കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഡിജിറ്റൽ ഗൂഢാലോചന തെളിവ് പോലീസിന് ലഭിച്ചു. 62 പേർ ഉൾപ്പെട്ട ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അക്രമ ഗൂഢാലോചന നടന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ. 24ന്റെ ബിഗ് ബ്രേക്കിംഗിലേക്കാണ് ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ഇതിലിപ്പോൾ പൂർണ്ണമായ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരിക്കുകയാണോ? കൃത്യമായ തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി ശേഖരിച്ചു. അതെല്ലാം തന്നെ സർട്ടിഫൈ ചെയ്ത് കോടതിയിൽ കൃത്യമായ തെളിവാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. കാരണം ഈ അന്വേഷണ സംഘം അവർക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം 62 പേർ ഉൾപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ്. ആ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ടീം ഹെർമിലൻസ് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര്. ആ ഗ്രൂപ്പിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ആൾക്കൂട്ട ആക്രമണത്തിന്റെ ആസൂത്രണം സംബന്ധിച്ച് കൃത്യമായ സന്ദേശങ്ങൾ, ഓഡിയോ സന്ദേശങ്ങൾ ചിലത് പുറത്തു വന്നതാണ് നേരത്തെ. അത് ഉൾപ്പെടെ ചില കാര്യങ്ങൾ അതിലുണ്ട്. ആ കാര്യങ്ങൾ ഓരോ ശബ്ദത്തിന്റെയും IME നമ്പർ നോക്കിയുള്ള ഫോണുകൾ സീസ് ചെയ്തു. അത്തരം ഫോണുകൾ ഉൾപ്പെടെ FSL ലാബിലേക്ക് അയക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. അതായത് കോടതിയിൽ ഈ കേസ് നാളെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ശാസ്ത്രീയമായ തെളിവുകൾ എല്ലാം തന്നെ ശേഖരിക്കുന്ന പ്രവർത്തനത്തിലേക്ക് കടന്നു. ആ ഘട്ടത്തിലാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ പോലീസിന് ലഭിച്ചത്. അനുജ, ശരി, ഇനിയിപ്പോൾ ഇതിൽ കൂടുതലായി എന്തെങ്കിലും പോലീസിന് ലഭിക്കേണ്ടതുണ്ടോ ദീപക്? ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാം ആയി എന്ന് തോന്നുന്നു. അനുജ, അല്ല, അതിനപ്പുറത്തേക്ക് ഇതിന് പുറത്തുനിന്ന് ആര് സഹായം നൽകി? കാരണം ഇതിൽ പ്രതി ഒന്നാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇപ്പോൾ നിലവിൽ പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. അത് ക്രമീകരിക്കാൻ പോകുന്നു. ഈ നെഞ്ചക്ക് ഉപയോഗിച്ചു. നെഞ്ചക്ക് എവിടെ നിന്ന് കിട്ടി? രണ്ടാമത്തെ കാര്യം, ഈ നെഞ്ചക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. വീട്ടിൽ അത് മറച്ചു വെക്കപ്പെട്ടു. അപ്പം ഇതിൽ ബാഹ്യശക്തികളുടെ ആരെങ്കിലും, അതായത് വിദ്യാർത്ഥികളല്ലാത്ത മറ്റാരുടെയെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നുള്ളതും, കൂടുതൽ വിദ്യാർത്ഥികൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കൂടുതൽ പ്രതികൾ, ഇന്ന് കാലത്ത് ഒരു വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്തു, 24 hour ബ്രേക്ക് ചെയ്ത്, ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അനുജ, ശരി, മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്.